കട്ടപ്പനയിലേത് ഇരട്ടക്കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരണം. വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയെന്ന് നിതീഷ് സമ്മതിച്ചു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ നാളെ കാഞ്ചിയാറിലെ വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കുമെന്നും ഇടുക്കി SP ടി കെ വിഷ്ണു നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 കേസുകൾ അണ്ടർ സെക്ഷൻ 302 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം നടത്തി വരുന്നതാണ്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ് ഉടനെ ഉണ്ടാവുന്നതാണ്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. അതെ, ആ 2 ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മതം പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ അന്വേഷണം നടത്തുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അത് നടത്തി വരുന്നുണ്ട്. കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആണ്, കൺഫെഷൻ പ്രകാരം അങ്ങനെയാണ് പറഞ്ഞത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ നീങ്ങി വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? ഈ കുറ്റസമ്മതം ഇതിനോടകം പ്രതി നടത്തിയിട്ടുണ്ട്. തെളിവ് ശേഖരണം, ഇനിയുള്ള തുടർ നീക്കങ്ങൾ അതൊക്കെ എങ്ങനെയായിരിക്കും രാഹുൽ? ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെന്ന് നിൽക്കുന്നത് 2 ഞെട്ടിപ്പിക്കുന്ന കൊലപാതക കഥകളിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഇതുവരെ നമ്മൾ സംശയം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ 2 കൊലപാതകങ്ങളിലും ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. നവജാത ശിശുവിനെ, അതായത് 4 ദിവസം പ്രായം മാത്രമുള്ള കുഞ്ഞിനെയും ഒരു വൃദ്ധനെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതിയായിട്ടുള്ള നിതീഷ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം കൊല ചെയ്യപ്പെട്ട ഈ വൃദ്ധനെ, അതായത് വിജയൻ എന്ന് പറയുന്ന നിതീഷിന്റെ സുഹൃത്തിന്റെ പിതാവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടിരിക്കുന്ന വീട്ടിൽ പരിശോധന നടത്തും. അത് വീടിന്റെ തറയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ആ തറ പൊളിച്ച് നാളെ രാവിലെ പരിശോധന നടത്തിയാൽ മാത്രമേ